ഹലോ. അപ്പം കൃഷി ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവർക്ക് വിഷം പിടിച്ച ഒന്നാണ് കേട്ടോ ഈ ആഫ്രിക്കൻ ഒച്ച്. കേരളത്തിൽ ഇത് മിക്ക സ്ഥലങ്ങളിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കാർഷിക വിളകളെല്ലാം പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇത് മഴ സീസണിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. വേനൽക്കാലത്ത് മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഈ ഇല ചപ്പ് ചവറില്ലേ അതിനടിയിലെല്ലാം പോയി കിടക്കും. ഒരു ആഫ്രിക്കൻ ഒച്ച് ഒരു 200-ൽ പരം മുട്ടയിടും. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും വിചാരിക്കണം. ദിവസത്തിൽ ഒരു 10 മിനിറ്റ് രാവിലെ, ഒരു 10 മിനിറ്റ് രാത്രി ഇതിന് ചിലവഴിച്ചാൽ മതിയാവും. പിന്നെ താറാവ് ഇതിനെ കഴിക്കുന്നെന്ന് പറയുന്നുണ്ട്. എൻ്റെ വീട്ടിലൊരു 2 ചെമ്പോത്ത് വരാറുണ്ട്. ചെമ്പോത്ത് പറഞ്ഞാൽ ഈ ഉപ്പെന്നെല്ലാം പറയും. അപ്പോൾ അത് വന്നിട്ട് പിന്നെ ഇതിനെ തിന്നുന്ന കാണാം. വേനൽ സമയത്ത് ചെമ്പോത്ത് വരാറുണ്ട്. അപ്പോൾ ഈ ഇലേൻ്റെ അടിയിൽ നിന്നെല്ലാം വന്ന് ഇതിനെടുത്ത് തിന്നുന്ന കാണലുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ താറാവ് തിന്നലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു അടുത്ത പഞ്ചായത്തിൽ താറാവിനെ വിതരണം ചെയ്തിന് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അപ്പുറത്തെ പ്രാവശ്യം. അപ്പോൾ അങ്ങനെ കുറേ നിയന്ത്രിച്ചെന്നെല്ലാം പറയുന്നത് കേട്ടിന്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ തുരിശ് ലായനി അല്ലെങ്കിൽ ഉപ്പ് വെള്ളം അങ്ങനെ ആക്കിയിട്ട് തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് തളിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളെ കൈ പിന്നെ അതിൻ്റെ സ്രവം ഉണ്ടല്ലോ അത് കൈക്കാവാതെ നോക്കണം. അത് ആയാൽ അത് നമ്മുടെ കൈക്കായാൽ അവിടെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് പുണ്ണാകും. അപ്പോൾ ഇത് ഷുഗർ ഉള്ളവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെല്ലാം ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഈ പ്രതിരോധ ശേഷി അവർക്കൊക്കെ പെട്ടെന്ന് അസുഖം വരും. നമ്മൾ ഈ ഡയറക്റ്റ് സ്പ്രേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ ഉപ്പിടുമ്പോഴെല്ലാം അതിൻ്റെ കയ്യിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ നല്ലോണം സോപ്പിട്ട് കൈ കഴുകണം. അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് പനി, ഛർദി, തലവേദന അങ്ങനെയെല്ലാം ഉണ്ടാവും. പിന്നെ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ രോഗമെല്ലാം ഉണ്ടാവുമെന്ന് പിന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും നല്ലത് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കുട്ടികളെയും ശ്രദ്ധിക്കണം നമ്മൾ. അവർ ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ സ്രവം എന്തെങ്കിലും കൈക്കായിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ കയ്യെല്ലാം വായിലിടുന്നതല്ലേ. അപ്പോൾ ഇത് അകത്ത് പോയാൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അസുഖങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ കുട്ടികളെയും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഈയിടെ ഒരു നോട്ടീസിൽ വായിച്ചതാണ്. നമ്മുടെ കാർഷിക സർവകലാശാല കൃഷി വിജ്ഞാപന കേന്ദ്രമില്ലേ, ഇതിൻ്റെ പിന്നെ തോട് നമ്മൾ ഈ കുമ്മായം ചേർക്കുന്നില്ലേ പുളിപ്പ് രസം മാറ്റാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇതിൻ്റെ തോട് പൊട്ടിച്ചിട്ട് മണ്ണിൽ ചേർത്താൽ മണ്ണിൻ്റെ പുളിപ്പ് രസം കുറക്കും. പിന്നെ അതുപോലെ കാൽസ്യം കിട്ടാനും നല്ലതാണ്. പിന്നെ പറഞ്ഞത് ഇതിനെ കുറേ കൂട്ടിയിട്ടിട്ട് നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിൽ മണ്ണ് മാന്തിയിട്ട് അങ്ങനെ ഇട്ടാൽ അതൊരു വളമാണ്. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് ചാണകം, നമ്മുടെ ജൈവവസ്തുക്കളെല്ലാം ചേർന്ന് ഈ ചത്ത ഒച്ചിനി അതിലിട്ടാൽ അതൊരു നല്ലൊരു കമ്പോസ്റ്റാണ്. പിന്നെ അക്ടാര എന്ന് പറയുന്ന ഒരു കീടനാശിനിയുണ്ട്. പക്ഷേങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഉപദ്രവകാരികളല്ലാത്ത കുറേ ജീവികളുണ്ട് നമ്മളെ മണ്ണിൽ. അപ്പോൾ അതും നശിച്ചു പോകും. അതിന് നല്ലത് തുരിശ് ഇങ്ങനെ ലായനിയാക്കിയിട്ട് നമുക്ക് ഇത് സ്പ്രേ ചെയ്യുന്നതാണ്. അത് സ്പ്രേ ചെയ്യുമ്പം തന്നെ നമ്മുടെ ഒച്ച് അവിടെ ചത്ത് വീണുകൊള്ളും. കണ്ടില്ലേ. അപ്പോൾ പിന്നെയെന്നുള്ളത് നമ്മുടെ പൊടിയുപ്പ് ഡയറക്റ്റായിട്ട് അതിന് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ആ പുറത്തേക്ക് വന്ന് അതിൻ്റെ നേരെ ഇട്ട് കൊടുത്താൽ അത് അപ്പാടെ തന്നെ വീണുകൊള്ളും. അപ്പോൾ ഇതാണ് കേട്ടോ കണ്ടിട്ടില്ലാത്തവരോട് പറയുന്നത് തുരിശ്. അപ്പോൾ തുരിശ് ഇതൊരു 2 എണ്ണം മതി. ഞാനിപ്പോൾ ഒരു 250-ൻ്റെ സ്പ്രേ ബോട്ടിലാണ് എൻ്റെ കയ്യിലുണ്ടായത്. അതിലൊരു 2-3 എണ്ണം ഇട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് പിന്നെ അതിലലിഞ്ഞോളും. അപ്പോൾ നമുക്ക് എടുത്തിട്ടത് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇതിന് 50 ഗ്രാമിന് 25 രൂപയുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൊടിയുപ്പിന് 1 കിലോ പൊടിയുപ്പിന് 25 രൂപ തന്നെയാണ്. അപ്പം നമ്മുടെ പരിസ്ഥിതിക്കും കാർഷിക മേഖലയ്ക്കും പൊതുജനാരോഗ്യത്തിനും ഭീഷണിയായ ഈ ആഫ്രിക്കൻ ഒച്ചിനെ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഇതുപോലെ നശിപ്പിക്കാം അല്ലേ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.